നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നടൻ ജയസൂര്യക്കെതിരെ 2 പീഡന പരാതികൾ. 2 കേസുകളിലും പോലീസ് അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പരാതി നൽകിയ നടിമാർ വിശദമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ജയസൂര്യ കുറ്റകൃത്യം ചെയ്തു എന്ന് പോലീസ് സംഘത്തിന് ബോധ്യമായി. നിലവിൽ ജയസൂര്യ ന്യൂയോർക്കിലാണ്, സുഹൃത്തിൻ്റെ വീട്ടിൽ. താൻ ഉടൻ കേരളത്തിലേക്കില്ല എന്ന് ജയസൂര്യ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇനിയും ആരെങ്കിലുമൊക്കെ പരാതിയുമായി വന്നാലോ, പരാതികളൊക്കെ വരട്ടെ, മുൻകൂർ ജാമ്യം ഏതെങ്കിലും വിധത്തിൽ കോടതികളിൽ നിന്ന് നേടിയെടുത്തതിന് ശേഷം മാത്രം മതി നാട്ടിലേക്കുള്ള യാത്ര. അഥവാ ദുബായിൽ പോയാലും അവിടെ വിശ്രമിക്കുമെന്നാണ് സുഹൃത്തുക്കളോട് ജയസൂര്യ പറയുന്നത്. സർക്കാരിനും ഇടതുപക്ഷത്തിനുമൊക്കെ തന്നോട് കലിപ്പുണ്ട്. മുൻപ് നിരവധി കാര്യങ്ങളിൽ താൻ സർക്കാരിനെ വിമർശിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ട്രോളാണ്. മുൻപൊരിക്കൽ ഒരു ചാനൽ അഭിമുഖത്തിൽ ജയസൂര്യ ടോയ്ലറ്റുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കൊച്ചിയിലൊക്കെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ടോയ്ലറ്റുകൾ പൊതുനിരത്തിൽ വയ്ക്കാത്തത് എന്ന ചോദ്യം. ജയസൂര്യയുടെ പ്രതികരണങ്ങളിൽ പലതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി ഒഴുകുന്നു. ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടാകുന്നതുവരെ താൻ വിദേശത്ത് തുടരുമെന്ന നിലപാടിലാണിപ്പോൾ ജയസൂര്യ. കൊച്ചിയിലെ മികച്ച അഭിഭാഷകരുമായി ജയസൂര്യയുടെ സുഹൃത്തുക്കൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു. ജയസൂര്യയുടെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടർമാരോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നാട്ടിലെത്തിയാൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും വീണ്ടും വിവിധ കേസുകളിൽ കുടുക്കി കൂടുതൽ പീഡിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും ജയസൂര്യ ഭയക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉടൻ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ കാലം വിദേശത്ത് നിൽക്കാനാണ് ജയസൂര്യയുടെ തീരുമാനം. ഇത് ജയസൂര്യയുമായി ബന്ധപ്പെട്ട മലയാള സിനിമാ ലോകത്ത് കോടികളുടെ നഷ്ടമുണ്ടാക്കും എന്ന് നിർമ്മാതാക്കൾ ഭയപ്പെടുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് മുന്നിൽ ആദ്യ പീഡന ശ്രമം. തൊടുപുഴയിലെ പന്നി വളർത്തൽ കേന്ദ്രത്തിൻ്റെ ടോയ്ലറ്റിന് മുന്നിൽ വെച്ചുള്ള മറ്റൊരു പീഡന ശ്രമം. തൊടുപുഴ പീഡനക്കേസിൽ പരാതി നൽകിയിരിക്കുന്ന നടി ഇക്കഴിഞ്ഞ ദിവസം ചാനലുകളിൽ മറ്റൊരഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തി. ജയസൂര്യക്കെതിരെ കേസെടുക്കണം എന്ന ആഗ്രഹം തനിക്ക് ആദ്യം ഇല്ലായിരുന്നു. സിനിമാ ലോകത്ത് ഇത്തരം നികൃഷ്ട സംഭവങ്ങൾ നടക്കുന്നു എന്ന് ജനങ്ങളോട് പറയുക മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് താൻ ഉദ്ദേശിച്ചത്. എന്നാൽ കാര്യങ്ങൾ തൻ്റെ കൈവിട്ടുപോയി. പ്രേക്ഷകരും ജനങ്ങളുമൊക്കെ ആരാണ് ആ നടൻ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കള്ളം പറയുകയാണ് എന്നവർ ധരിച്ചു. ഇതിനിടയിൽ എൻ്റെ മക്കൾ പോലും ആദ്യം എന്നെ സംശയിച്ചു. പിന്നീട് മക്കൾ പറഞ്ഞു അമ്മ ആ പേര് വെളിപ്പെടുത്തണമെന്ന്. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് ജയസൂര്യയുടെ പേര് താൻ വെളിപ്പെടുത്തിയത് എന്ന് നടി പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ നടിക്കെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇന്നലെ ചാനലുകളിൽ വിശദമായ അഭിമുഖം ഈ പരാതി നൽകിയ നടി നൽകിയത്. താൻ ജയസൂര്യയുമായി നിൽക്കുന്ന ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ജയസൂര്യ തനിക്ക് പണം നൽകിയെന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. സമൂഹത്തിന് നന്മ ചെയ്യുകയാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ താൻ ഏറ്റെടുത്ത് നടത്തുന്നു. അതിനുവേണ്ട ചില സഹായങ്ങളൊക്കെ ജയസൂര്യ നൽകിയിട്ടുണ്ട് എന്ന് നടി തുറന്നു സമ്മതിച്ചു ഇക്കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ. പീഡന സംഭവം നടന്നിട്ടും നടിയുമായി അടുത്ത ബന്ധം ജയസൂര്യ സൂക്ഷിച്ചിരുന്നുവെന്ന് അവരുടെ വാക്കുകളിൽ പോലും ഇപ്പോൾ പ്രകടമാണ്. മറുവശത്ത് ജയസൂര്യ വീണ്ടും കൂടുതൽ പരാതികൾ വരുമോ എന്ന് ഭയക്കുന്നത് എന്തുകൊണ്ട്? സിനിമാ ലോകം ഇപ്പോൾ നടുക്കത്തിലാണ്. ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലൈംഗിക അതിക്രമം നടന്നത് പിഗ്മാൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് എന്ന് പരാതി നൽകിയ നടി ഇക്കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചു. അന്ന് പ്രതികരിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും നടനിൽ നിന്ന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും താൻ നേരിട്ടിട്ടില്ല. കഴിഞ്ഞ 12 വർഷമായി താൻ തിരുവനന്തപുരത്തുണ്ട്. 2015 ഭർത്താവ് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത്. ഇത്രയും വർഷം ഞാൻ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. 19 വർഷമായി ഞാനൊരു സോഷ്യൽ വർക്കറാണ്. പലരും എന്നെ സഹായിക്കാറുണ്ട്. ജയസൂര്യയും ചില സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നടി തുറന്നു സമ്മതിക്കുന്നു. 2013 പിഗ്മാൻ ലൊക്കേഷനിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. അന്ന് ഷൂട്ടിംഗ് നടക്കുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രത്തിൽ. ആ കെട്ടിടത്തിന് സൈഡിലായി ടോയ്ലറ്റുകൾ അടങ്ങിയ ഒരു ചെറിയ ബ്ലോക്കുണ്ട്. താൻ ടോയ്ലറ്റിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ജയസൂര്യ തന്നെ കടന്നുപിടിച്ചത്. അന്നൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വിലയും നൽകിയിരുന്നില്ല. സിനിമയിലെ നായിക രമ്യ നമ്പീശനായിരുന്നു. എന്നാൽ സാമൂഹിക പ്രവർത്തകയായിരുന്നതുകൊണ്ട് തനിക്ക് കൂടുതൽ അംഗീകാരം സെറ്റിൽ ലഭിച്ചുവെന്നാണ് പരാതി നൽകിയ നടി പറയുന്നത്.
അവിര റബേക്കയായിരുന്നു ചിത്രത്തിൻ്റെ സംവിധായകൻ. രമ്യ നമ്പീശനെ തനിക്ക് പരിചയപ്പെടുത്തി. ഒരു ഓഫീസ് സീനായിരുന്നു താൻ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തപ്പോൾ ആദ്യ സീനായി ഷൂട്ട് ചെയ്തത്. കുറേ സമയം ഓഫീസ് സീനായതുകൊണ്ട് അവിടെ ഇരിക്കേണ്ടതായി വന്നു. അപ്പോൾ തന്നെ കടുത്ത മൂത്രശങ്ക തോന്നി. മേക്കപ്പ് ചെയ്ത ശേഷമാണ് താൻ വാഷ്റൂമിൽ പോയത്. വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ആരാണെന്ന് കണ്ടില്ല. പെട്ടെന്നൊരാൾ പിന്നിൽ നിന്ന് പിടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ താൻ നടുങ്ങിപ്പോയി. സാക്ഷാൽ ജയസൂര്യ. നല്ല കരുത്തുറ്റ കൈകളാണ് ജയസൂര്യയുടേത്. നിലവിളിച്ചുകൊണ്ട് ഞാൻ അയാളെ പിടിച്ചു തള്ളി. അയാളുടെ കൈക്ക് നല്ല ബലമായിരുന്നു. ഞാൻ തള്ളിയപ്പോൾ 2 സ്റ്റെപ്പ് അയാൾ പിന്നോട്ട് പോയി. എത്ര വലിയ നടനാവട്ടെ, ഇങ്ങനെ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല. താൻ ശക്തമായി പ്രതികരിച്ചു. തുടർന്ന് ജയസൂര്യ തന്നോട് മാപ്പ് പറഞ്ഞുവെന്നാണ് നടി പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് ജയസൂര്യ തന്നോട് പറഞ്ഞു. ഇത് ലൊക്കേഷനിൽ ആരോടുമോ സംവിധായകനോടോ പറയരുത് എന്ന് ജയസൂര്യ തന്നോട് നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഞാൻ ധരിച്ചിരുന്നത് ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസുമാണ്. അതിനെപ്പറ്റി അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസും വല്ലാതെ ഇണങ്ങുന്നുവെന്നാണ് ജയസൂര്യ തന്നോട് പറഞ്ഞത്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജയസൂര്യ എന്നോട് പറഞ്ഞു. ഇതെല്ലാം വെറും 2 മിനിറ്റിൽ നടന്ന കാര്യങ്ങൾ. സംവിധായകനോട് ഇക്കാര്യം പറയുമോ എന്നയാൾ ആവർത്തിച്ച് ചോദിച്ചു. വലിയൊരു നടനല്ലേ, അയാളുടെ ഇമേജ് തകർക്കണ്ട എന്ന് കരുതി ഞാൻ ഇതാരോടും പറയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീട്ടിലെത്തി ഭർത്താവിനോട് ഇക്കാര്യങ്ങൾ വിവരിച്ചു. ആദ്യ സിനിമയാണ്, അതിൻ്റെ ചില ടെൻഷനുകൾ എനിക്കുണ്ട് എന്ന് ജയസൂര്യയോട് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ മേക്കപ്പ് ഇടാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. പിന്നീട് ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സായിരിക്കുമെന്ന് ജയസൂര്യ പറഞ്ഞു. ഇനി ഞാൻ നിന്നെയൊന്ന് ടച്ച് പോലും ചെയ്യില്ല എന്നാണ് അന്ന് ജയസൂര്യ എനിക്ക് നൽകിയ ഉറപ്പ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനായി അദ്ദേഹം അവരുടെ നമ്പർ ചോദിക്കും. അല്ലാതെ ഒരിക്കൽ പോലും പിന്നീട് എന്നോട് മോശമായി സംസാരിച്ചില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട് എന്നാണിപ്പോൾ പരാതി നൽകിയ നടി പറയുന്നത്. എത്ര സുഹൃത്തുക്കളാണെങ്കിലും അന്ന് ചെയ്തത് മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചാനലിലിരുന്ന് പെട്ടെന്ന് താൻ അക്കാര്യം ഓർമ്മിച്ചത് എന്ന് പരാതി നൽകിയ നടി. എന്നാൽ ചാനൽ അവതാരകൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഇടയ്ക്ക് പരാതിക്കാരിയൊന്ന് പരുങ്ങി. സമൂഹ മാധ്യമങ്ങളൊക്കെ താൻ 2 കോടി വാങ്ങി ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ് എന്ന് പരിഹസിക്കുന്നുവെന്നാണ് പരാതിക്കാരിയുടെ വേദന. അവർ പറയുന്നു ജയസൂര്യയ്ക്ക് വേണ്ടി താൻ ആരുമായും സംസാരിച്ചിട്ടില്ല. ഞാൻ ആരോപണം ഉന്നയിച്ചത് വലിയൊരാൾക്ക് നേരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കേണ്ട ബാധ്യതയും എന്നിൽ വന്നു ചേർന്നു. ഒരു സോഷ്യൽ വർക്കിൻ്റെ പരിപാടിക്ക് പിന്നീട് ജയസൂര്യ വരികയും എൻ്റെ മകനുമായി നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നടി വിശദീകരിച്ചു. അദ്ദേഹം പാവപ്പെട്ടവർക്ക് നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പൈസ എനിക്ക് തന്നതല്ല, അത് സോഷ്യൽ വർക്കിനായി തന്നതാണ് എന്നൊക്കെ നടി വിശദീകരിക്കുന്നു. പരാതി നൽകിയ നടി തനിക്ക് പ്രതിയോട് വിരോധമില്ല എന്ന് മാധ്യമങ്ങളിലൂടെ പറയുന്നു. മറുവശത്ത് പരാതിയുമായി മുന്നോട്ട് പോകുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ശക്തമായ മൊഴി നൽകുന്നു. ചില വിചിത്രവശങ്ങൾ ഈ പരാതിക്കും തുടർന്നുള്ള കാര്യങ്ങളിലുമില്ലേ എന്ന് നമുക്കൊരു സംശയം. എന്നാൽ ഇതിലപ്പുറവും കാര്യങ്ങൾ സിനിമാ ലോകത്ത് നടക്കുന്നു എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയസൂര്യ പൂർണ്ണമായി ഭയപ്പെട്ടുപോയി എന്ന് സുഹൃത്തുക്കൾ ഇപ്പോൾ പറയുകയാണ്. അന്ന് ജയസൂര്യയെ താൻ തള്ളിമാറ്റി, നിങ്ങൾ എത്ര വലിയ നടനാണെങ്കിലും നിങ്ങൾ ചെയ്തത് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് അയാളുടെ മുഖത്തു നോക്കി പറഞ്ഞു. താൻ എല്ലാവരോടും ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. ശുചിമുറി പീഡനം ഇപ്പോൾ ജയസൂര്യയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നു. 1 അല്ല 2 പരാതികളാണ് ജയസൂര്യയ്ക്ക് മുന്നിലുള്ളത്. മറ്റ് സെറ്റുകളിലും ജയസൂര്യക്കെതിരെ ചില അടക്കം പറച്ചിലുകളുണ്ട്. മലയാളത്തിൽ താരമൂല്യമുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്ന ജയസൂര്യയ്ക്ക് ഇതെന്തുപറ്റി എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. സാധാരണ സെറ്റുകളിലും പ്രോഗ്രാമുകളിലുമൊക്കെ ഭാര്യയുമായാണ് ജയസൂര്യയുടെ കറക്കം. അതുകൊണ്ട് തന്നെ ജയസൂര്യയെ ഒരു ഫാമിലി മാനായി അറിയപ്പെട്ടിരുന്നു. അവിടെയാണ് ചില സംശയങ്ങൾ പ്രേക്ഷകർക്കും ഉള്ളിൽ തോന്നിയിരിക്കുന്നത്. പുറമേ കാണുന്നത് പോലെ അല്ലല്ലോ മനുഷ്യർ എന്ന് പലരും പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം ലാൽ പ്രകടിപ്പിച്ച ഭാവവും അതുതന്നെയായിരുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ പെരുമാറുമോ എന്ന സംശയമാണ് നടൻ ലാൽ പരസ്യമായി മാധ്യമങ്ങളോട് ചോദിച്ചത്. മലയാള സിനിമാ ലോകത്തെ ചീഞ്ഞെളിഞ്ഞ ഇത്തരം കഥകൾ ഇപ്പോൾ ദേശീയതലത്തിലും വാർത്തയാകുന്നു. ജയസൂര്യയെപ്പോലൊരു നടൻ പെട്ടത് തന്നെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ആഘോഷമായി. തമിഴ് മാസികകളിലും പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ മലയാളത്തിലെ സിനിമാ ചൂഷണം ഇപ്പോൾ വലിയ വാർത്തയാണ്.
ലൈംഗിക വൈകൃതങ്ങളുടെ നാടായി കേരളം അറിയപ്പെട്ടു തുടങ്ങി എന്നർത്ഥം. ജയസൂര്യ എത്ര ഒളിച്ചിരുന്നാലും നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അതിലപ്പുറം അമേരിക്കയിലും ദുബായിലുമൊക്കെ എത്ര കാലം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും? എന്തായാലും ഓരോ നായകരുടെയും അവസ്ഥയെ. മലയാളത്തിൽ തലയെടുപ്പോടെ നടന്ന നായക നടനാണ് അമേരിക്കയിൽ ഒരു വീട്ടിൽ മുറിയിൽ കയറി കതകടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.